എന്നുള്ളതാണ്. ഇപ്പോൾ കെ മധു സിത്താരയിലുണ്ട്. മധു, തൻ്റെ അന്ത്യയാത്ര എങ്ങനെയാകണം എന്ന് MT തന്നെ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊതുദർശനം എന്നുള്ളത് പൊതുസ്ഥലങ്ങളിൽ ഉണ്ടാകില്ല. പക്ഷേ MTയെ കാണാനായി ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. മലയാളത്തിൻ്റെ മഹാനടന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടേക്ക് വരാനിരിക്കുകയുമാണ്. എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല അഭിലാഷ്. കാരണം ഈ സിത്താരയിലേക്ക് എത്തുമ്പോൾ നേരത്തെ പി.കെ. രാജശേഖരൻ പറഞ്ഞ പോലെ ഇടുങ്ങിയ വഴികളിലൂടെ കടന്നു വന്ന് ഒരു സ്ഥാനത്തെത്തുന്നു. MT ഇവിടേക്ക് ഒതുങ്ങാൻ പറ്റുന്ന ആളുകളുടെ എണ്ണമൊക്കെ പരിമിതമാണ്. പക്ഷേ MT അക്കാര്യത്തിലും ഒരു പുതിയ മാതൃക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പൊതുദർശനം വേണ്ട, ഒരു ഹാളിൽ വേണ്ട, വലിയൊരു അനാവശ്യമായ വികാരങ്ങളും അനാവശ്യമായ ആത്മാർത്ഥതയില്ലാത്ത വൈകാരിക പ്രകടനങ്ങളും ഒന്നും വേണ്ട എന്ന് MT നിശ്ചയിക്കുകയാണ്. ഷാഫി നമുക്കൊപ്പമുണ്ട്, ഷാഫി പറമ്പിൽ. ഷാഫി, MT എഴുത്തു തുടങ്ങിയിട്ട് 4-മത്തെയോ 5-മത്തെയോ തലമുറയിലെ വായനക്കാരനാണ് ഷാഫി. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം MT ഷാഫിയുടെ ഹൃദയത്തിൽ തൊട്ടു? ഇത് നമ്മുടെ ഈ നാടിനെ, നമ്മുടെ ഭാഷയെ, നമ്മുടെ ജീവിതത്തെ ഇതുപോലെ ലോകത്തെ പരിചയപ്പെടുത്തിയ മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു 7 പതിറ്റാണ്ട് നീണ്ടു നിന്ന എഴുത്തിൻ്റെ ജീവിതത്തെ ദീർഘകാല വസന്തമെന്ന് വിളിച്ചാൽ, ആ വസന്തത്തിനെ 2 അക്ഷരം കൊണ്ട് വിശേഷിപ്പിച്ചാൽ അത് MT. ഒരു മനുഷ്യനെന്ന് വിളിച്ചാൽ MT വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. എനിക്ക് തോന്നുന്നു ആർക്ക് എത്ര ഊഴം കൊടുത്താലും, രണ്ടാമതൊരു ഊഴമല്ല, എത്രയോ ഊഴം ആർക്ക് കൊടുത്താലും ഇതുപോലെ ആവാൻ ഇനിയൊരാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഷാഫി വരുന്ന പാലക്കാടിന്റെ ഗ്രാമീണത, പാലക്കാടിന്റെ മനുഷ്യർ, അവരെ അത് ഓരോ മലയാളിയുടെയും ആളാവുന്നു. അതിനപ്പുറത്ത് ലോകത്തുള്ള ഓരോ മനുഷ്യന്റെയും ആളാവുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാടിനെ, മനുഷ്യരെ, ജീവിതത്തെ, ഭാഷയെ ഇതുപോലെ ലോകത്തെ പരിചയപ്പെടുത്തിയ മറ്റാരും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയൊരാൾക്കും അതാണ്, എത്ര ഊഴം കൊടുത്താലും അതുപോലെ ആവാനും കഴിയില്ല. അഭിലാഷേ, അത് തന്നെയാണ്. അതിനപ്പുറത്ത് ഒരു ആ വിധത്തിലുള്ള ഒരു ഊഴത്തിനപ്പുറത്ത്, നേരത്തെ രാജശേഖരൻ പറഞ്ഞ വഴികൾക്കും അപ്പുറത്ത് MTയുടെ കഥാപാത്രങ്ങൾ, റോബിൻ ജെഫ്രിയുടെ നായർ സമുദായത്തിൻ്റെ പതനം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് പക്ഷേ 16-ാം നൂറ്റാണ്ടിലെ കേരളം, 17-ാം നൂറ്റാണ്ടിലെ കേരളം, 18-ാം നൂറ്റാണ്ടിലെ കേരളം, 19-ാം നൂറ്റാണ്ടിലെ കേരളം അത് എഴുതിയിട്ടുണ്ട്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ കേരളം അതെഴുതിയത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടില്ല. അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതിയ കഥാപാത്രങ്ങൾ എൻ്റെ ആത്മാവാണ്, ഞാൻ എഴുതിയ കഥകളിലും നോവലുകളിലുമായി ഞാനുണ്ട്, അതാണ് എൻ്റെ ആത്മകഥ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നാലുകെട്ട്, ഡോക്ടർ പി.കെ. രാജശേഖരൻ അതേപ്പറ്റി വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നാലുകെട്ടിലെ അപ്പുണ്ണിയിൽ നിന്ന് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയിലേക്ക് എത്തി, അവിടെ നിന്ന് കാലത്തിലെ സേതുമാധവനിലേക്ക് എത്തി, വീണ്ടും വിലാപയാത്രയിൽ ഉണ്ണിമാധവനിലേക്ക് എത്തുമ്പോൾ MT പറഞ്ഞു വെക്കുന്നത് അതൊരു നായർ സമുദായത്തിൻ്റെ ചരിത്രമോ നായർ സമുദായത്തിൻ്റെ പതനത്തിൻ്റെ ചരിത്രമോ അല്ല, അതിനപ്പുറത്ത് അത് കേരളത്തിൻ്റെ ചരിത്രമാണ്. കേരളത്തിൻ്റെ ആ ചരിത്രത്തിലൂടെ 20-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നു മലയാളി എന്ന് MT വളരെ കൃത്യമായി നിർണയിച്ചു വെക്കുന്നു. രണ്ടാമൂഴം ഒരുപക്ഷെ കസൻ സക്കീസിൻ്റെ ജോണർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിഹാസത്തെ കിസരി മോഹൻ ഗാംഗുലിയുടെ മഹാഭാരത വിവർത്തനം തൊട്ട് ഓരോന്നും MTയുടെ രണ്ടാമൂഴം മറ്റൊരു ഗ്രന്ഥപ്പുര തന്നെയാണ്, മറ്റൊരു ലൈബ്രറി തന്നെയാണ്. ആ MTയുടെ രണ്ടാമൂഴം വായിക്കണമെങ്കിൽ ഇരാവതി കാർവേയും കിസരി മോഹൻ ഗാംഗുലിയും അടക്കമുള്ള കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അടക്കമുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ അറിയേണ്ടി വരും. എങ്കിൽ അതിലെ ഓരോ വാക്കുകൾക്കും അർത്ഥം വരുന്നു. ആ രണ്ടാമൂഴത്തിൽ അദ്ദേഹം നിർത്തിയത് വടക്കൻ വീരഗാഥയിൽ അദ്ദേഹം പൂർത്തിയാക്കുന്നുണ്ട്, പൂരിപ്പിക്കുന്നുണ്ട് സീൻ ബൈ സീനായി. അങ്ങനെ മലയാളിയുടെ ചരിത്രത്തെ നിർണയിച്ച, മലയാളിയുടെ ഭാഷയെ നിർണയിച്ച, മലയാളിയുടെ അസ്തിത്വത്തെ നിർണയിച്ച ഒരു എഴുത്തുകാരനാണ് മറയുന്നത്. ഈ വഴിയിലേക്ക്, ഈ ഇടുങ്ങിയ വഴിയിലേക്ക് നമുക്ക് കാണാം കൂടുതലായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായി നിറയുകയാണ് ഈ വഴികൾ. ഈ ഇടുങ്ങിയ വഴികൾക്കപ്പുറത്ത് വലിയൊരു രാജവീഥി മലയാളത്തിനായി തുറന്നിട്ട, ലോകത്തിൻ്റെ നെറുകയിൽ എൻ്റെ ഭാഷയുണ്ട്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് നിശ്ചയിക്കാൻ ആത്മധൈര്യത്തോടെ പറഞ്ഞ എഴുത്തുകാരനെ ഈ നിമിഷം നമ്മൾ ഓർക്കുകയാണ് അഭിലാഷ്. തീർച്ചയായും.